ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ദുബായ് ഹോമിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്ക് പോകുന്ന ദിവസമായി. അപ്പോൾ ഇന്ന് രാത്രി ഫ്ലൈറ്റാണ് 2:40 ഇവിടുന്ന് എമിറേറ്റ്സ് ടു മാഞ്ചസ്റ്റർ 7 മണിക്ക്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 11 മണിയാകാറായി. നമ്മൾ വെബ് ചെക്കിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനും അനുക്കുട്ടി മോളും കൂടിയാണ് പോകുന്നത്. അവർ റെഡിയായി കഴിഞ്ഞു, ബാഗെല്ലാം ഏതാണ്ടൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ വിഷ്ണു ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യും. ഏതാണ്ട് അരമണിക്കൂർ എടുക്കും എയർപോർട്ടിലെത്താൻ. രാത്രി ഈ സമയമായതുകൊണ്ട് വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു റോഡിൽ. അത് കഴിഞ്ഞാൽ ഒരു ചെക്കിന് ഓക്കെ അവിടെ എത്തി ഒരു അരമണിക്കൂറിലെത്തും. പിന്നെ 2:40 വരെ എയർപോർട്ടിലുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ മാഞ്ചസ്റ്റർ രാവിലെ അശ്വിൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ പറ്റും. അവിടെ 7 മണിക്ക് എത്തും മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ. ഓക്കെ, ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണ്. നമ്മുടെ ബാൽക്കണിയിൽ നിന്നും രാത്രിയാകുമ്പോൾ ഫുൾ ലൈറ്റ് ഓൺ. ബുർജ് ഖലീഫ ഏറ്റവും ബാക്കിലായിട്ട് ഒരു ലൈറ്റ് കാണാമല്ലോ അല്ലേ, മിന്നുന്നേ. ദിസ് ഇസ് ദ നൈറ്റ് സീൻ. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഇവിടെ ഈ നമ്മുടെ ബാൽക്കണിയിൽ ഇരുന്നാൽ ഭയങ്കര രസമാണ്. സോ നല്ലൊരു തണുപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 16 ഡിഗ്രിയൊക്കെ ആയിരിക്കണം, അറിയില്ല. ഒരു ചെറിയ തണുത്ത കാറ്റും. സൂര്യൻ അസ്തമിക്കുന്ന കാണാറുണ്ട്. ചന്ദ്രനും എത്തി. വിസിബിലിറ്റി കൂടുതലാണ് ചന്ദ്രനെയും സൂര്യനെയൊക്കെ ഇവിടെ. അപ്പോൾ സ്കൈ ലൈൻ കാണാം, ബ്യൂട്ടിഫുൾ വ്യൂ. അപ്പോൾ ഈ വ്യൂവിനൊക്കെ തൽക്കാലത്തേക്ക് ഞങ്ങൾ ടാറ്റ പറയുന്നു. ഇനി അടുത്ത പ്രാവശ്യം വരുന്നവരെ. ഓക്കെ, ചെറിയ വിഷമമുണ്ട് പോകുമ്പോൾ. വിഷ്ണു മോനെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ പാർവതിയും കുഞ്ഞുങ്ങളെയും വിഷ്ണുവിനെ ആ ഫാമിലി കാണാൻ പറ്റുന്നു എന്നുള്ള സന്തോഷം ഒരു സൈഡിൽ. ഞങ്ങളുടെ ബാഗ്സ് എല്ലാം റെഡി. ഓക്കെ, ഇത് വെയിറ്റൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് പോകണം. ഇതൊക്കെ എടുത്ത് മാറ്റണം ടാഗ്. യെസ്, European girl. Yes, Manu. Hi. Hello. Match and match. That's much. Twinning. Twinning. നമ്മൾ ടു മാഞ്ചസ്റ്റർ. അപ്പോൾ വിഷ്ണുവിനെ വിട്ടു പോകുന്നതിൽ ഒരു വിഷമമുണ്ട് എല്ലാവർക്കും. പക്ഷേ ചേച്ചിയെ ഫാമിലിയെ കാണുന്നതിന്റെ സന്തോഷം. Who is going to see her brothers and sisters? For the first time. First time ആണ് നേരിട്ട് കാണുന്നത്. വീഡിയോ കോളിലൂടെ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കാണുന്ന ഫസ്റ്റ് ടൈം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് ഡിപ്പാച്ചേഴ്സ് കയറുന്നു. അസിസ്റ്റൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. കുറേ ബാഗ്സ് ഉണ്ട്. പിന്നെ മോള് പ്രാമ്. എയർപോർട്ട് അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ സുഖമാണ്, വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കാര്യം. ട്രെയിൻ സവാരി ഇടയ്ക്കല്ലേ നമ്മുടെ ഗേറ്റിലേക്ക് പോവാൻ. നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഓക്കെ, ഒരു ഒരു ഗേറ്റിൽ നിന്ന് വേറെ A, B 6 ഗേറ്റ്സൊക്കെ ഇവിടെയാണ്. ഓക്കെ, ഞങ്ങളുടെ ഗേറ്റ് A2. സോ എസ്കലേറ്റർ എടുക്കാം, അല്ലെങ്കിൽ എന്തായാലും നമ്മൾ ലിഫ്റ്റാണ്. കുഞ്ഞും പ്രാമം ഉള്ളതുകൊണ്ട്. വാവ്, യെസ്.
ഓ യെസ് യെസ് യെസ്, എല്ലായിടത്തും ഒരു ക്രിസ്മസ് ഫീൽ ആയി കഴിഞ്ഞു. ഗൂച്ചി കയറിയൊരു ബാഗ് വാങ്ങി, വെറുതെ വില വയ്ക്കല്ലേ. ഡിയോറുണ്ട് ഇപ്പുറത്ത്. കുടുംബങ്ങൾ എൻജോയ് ചെയ്ത് സ്ട്രോളറിൽ സുഖമായിട്ടിരിക്കുന്നു, കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലേ നു? ഹാപ്പി, വലിയ കുഴപ്പമില്ല. യെസ്, A1 to A3 ഇങ്ങോട്ട് തിരിയാം. പെർഫ്യൂംസ്, കോസ്മെറ്റിക്സ്, തണ്ണിക്കുപ്പികൾ, ഡ്യൂട്ടി ഫ്രീ. കൊടുകറങ്ങി നടക്കുകയാണ്. നമ്മളൊരു സൈഡിലാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് ടൈം ആയിട്ടില്ല, ഇനി ഒരു 2 hours ഉണ്ട്. ഇതാകുമ്പോൾ നമ്മുടെ വാഷ്റൂമിൻ്റെ അടുത്ത് എന്തെങ്കിലും നാപ്പി ചേഞ്ചൊക്കെ വേണമെങ്കിൽ എളുപ്പത്തിന് പോകാമല്ലോ. തൊട്ടപ്പുറത്ത് തന്നെ, അതാണ് നമ്മുടെ ഗേറ്റ് A2. യെസ്, ഒരു ബിസി. ഫ്രണ്ട്സ് ഉണ്ടാക്കി കൊണ്ട് പല കമ്പനി ആവുമല്ലോ അത്. ആ പൂപ്പിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുടു ഇങ്ങനെ നടന്ന് പോവാണ്, രക്ഷയില്ല. അതിന് പറയുന്നുണ്ട് ഇപ്പോൾ തിരിച്ച് വിളിച്ചിട്ട് വരുന്നു. ഇരിക്കുന്നില്ല ഒരു സ്ഥലത്ത്, എക്സ്പ്ലോർ ചെയ്യും. എല്ലാവരോടും ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. എന്താ പറയുന്നതെന്ന് അറിയില്ല. തൂക്കി എടുത്തിട്ട് വന്നു. അങ്ങനെ നമ്മൾ മാഞ്ചസ്റ്റർ എയർപോർട്ട് എത്തി നടക്കുന്നു. മാഞ്ചസ്റ്റർ ഇഷ്ടമായോ? അറിയില്ല, ഉറക്കമല്ല കഴിഞ്ഞു. ഇത്ര നേരം ഉറങ്ങി. കുറച്ചേറെ നടക്കാനുണ്ട് നമ്മൾ ആ ഇമിഗ്രേഷൻ്റെ അവിടെ എത്താനായിട്ട്. കുറച്ചേ ഉറങ്ങിയുള്ളൂ. മോള് ഉറങ്ങി ഒരു 5 hours. അവസാനത്തെ ഒരു 1 hour ഉണർന്നു. സ്മൂത്ത് ഫ്ലൈറ്റ് ആയിരുന്നു. ഇനി ഈ ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞ് ബാഗ് എടുത്തിട്ട് നമുക്ക് സ്ട്രോളർ അന്നേരേ കിട്ടുള്ളൂ. അതുവരെ കുഞ്ഞിനെ എടുത്തിട്ട് തന്നെ പോകണം. ഇമിഗ്രേഷനിൽ കുറച്ച് നിൽക്കണം. കുട്ടികളുള്ളവർക്ക് ചെറിയ പ്രിഫറൻസ്. നടന്നു പോടും പാവം. അയ്യോ, ഫൈനലി ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ബാഗേജ് റീക്ലെയിം ചെയ്യാനുള്ള സ്ഥലത്തെത്തി. കറോസൽ ആ ബെൽറ്റ് ഞാനും ആ ബാഗ് എടുക്കാനായിട്ട് പോയി. ട്രോളിയായിട്ട് ഞാനും മോളും ഇവിടെ ഇരിക്കും. അങ്ങനെ ഫസ്റ്റ് ടൈം കുടു ബേബി ഈസ് ഇൻ മാഞ്ചസ്റ്റർ എയർപോർട്ട്. ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ. ഇറങ്ങി നടക്കണ ആളുടെ പിടിച്ച് വെച്ചിരിക്കുന്ന ഇഷ്ടമാണ്. ബാഗ് കിട്ടിയാൽ അപ്പം നമ്മൾ സ്ഥലപ്പെടുന്നു. അശ്വിൻ വിൽ ബി വെയിറ്റിംഗ് ഔട്ട് സൈഡ്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ മോളുമായിട്ട് മാഞ്ചസ്റ്ററിൽ എത്തിക്കഴിഞ്ഞു. 7 മണിക്കൂറാണ് കണ്ടിന്യൂസ് ജേണി. എനിക്ക് തോന്നുന്നത് ലോങ്ങസ്റ്റ് ജേണിയാണ്, ട്രിപ്പാണ് ഈ. അതായത് ലോങ്ങസ്റ്റ് ഫ്ലൈയിങ് ആണ് കുടുംബങ്ങളുടെ. ഇത്രയും ലെങ്തി കണ്ടിന്യൂസ് ഫ്ലൈറ്റ് പോയിട്ടില്ലല്ലോ. 4 hours മാക്സിമം. പക്ഷേ നൈറ്റ് ടൈം ആയതുകൊണ്ടും ഉറങ്ങി. പിന്നെ ഞങ്ങളുടെ സൈഡിലെ സീറ്റെല്ലാം വേക്കൻ്റ് ആയിരുന്നു, ഒരു സീറ്റ്. അപ്പോൾ ഞങ്ങളത് ശരിക്കും ഒരു ബെഡ് പോലെ യൂസ് ചെയ്തിട്ട് കുഞ്ഞ് അതിൽ കിടക്കുകയും ചെയ്തു സുഖമായിട്ട്. അവസാനമാണ് എഴുന്നേറ്റ്. ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകും. അപ്പോൾ ആദ്യമായിട്ട് ട്രിപ്ലെറ്റ്സിനെയും ആയുഷിനെയൊക്കെ കൊടുമോള് കാണാൻ പോകുന്നു. അതുപോലെ
അങ്ങനെ തിരിച്ച് അവരും കുടുംബങ്ങളെ കാണുന്നു. അത് മീൻസ് വീഡിയോ കോളിലൂടെ കാണുന്നതല്ലാണ്ട് സ്ട്രെയിറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ആൾ കൊണ്ടാതിരിക്കില്ല. ഇപ്പം ഇങ്ങനെ ഇറങ്ങി നടക്കണം, അതാണ്. സോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അനുക്കുട്ടി ട്രോളി ബാഗ്, ഞാൻ പുടുവിൻ്റെ അങ്ങനെ വീണ്ടും നമ്മൾ മാഞ്ചസ്റ്റർ വീട്ടിൽ. അപ്പോൾ വന്ന കാഴ്ചകളൊക്കെ കണ്ടിരുന്നല്ലോ. അപ്പോൾ കൃത്യസമയത്ത് തന്നെ അവർ പിക്കുകയൊക്കെ ചെയ്തു. അത് ഞാൻ ആക്ച്വലി പറഞ്ഞാൽ ഈ വീഡിയോസ് എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി അപ്പോൾ ഉള്ള വീഡിയോസ് അല്ലേ പഴയതാണോ എന്നൊക്കെ. അത്ര പഴയതൊന്നും അല്ല, പക്ഷേ എങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെ നാട്ടിലേക്ക് അയച്ചു. എനിക്ക് എഡിറ്റേഴ്സ് നാട്ടിലാണ്. എഡിറ്റ് ചെയ്ത് ഞാനത് ഒന്നുകൂടി കണ്ട് കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഈ ട്രാവലിൻ്റെ ഇടയിലുള്ള ടൈം ഡിഫറൻസും എല്ലാം മാറി മാറി വരുമ്പോൾ കുറച്ച് എന്താ പറയുക വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ മാഞ്ചസ്റ്ററിൽ എത്തിയിട്ട് കുറച്ച് എന്താ പറയുക ഏകദേശം ഒരു ഒരാഴ്ചയോളം ആയി എന്ന് തന്നെ പറയാം ഏകദേശം. അപ്പോൾ ഇതിപ്പോൾ ക്രിസ്മസിൽ തൊട്ട് മുന്നോടിയായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് സംസാരിക്കുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സുഖമില്ലാണ്ടായി. കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പനി പിടിച്ചു. വൈറൽ ഫീവറാണ്. ഇവിടുത്തെ ഒരു തണുപ്പ്, ഡിഫറൻസ് ഓഫ് ക്ലൈമറ്റ് ആണല്ലോ, ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനുക്കുട്ടിയും മോളും എല്ലാവർക്കും പനിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഒന്ന് പച്ച പിടിച്ച് വരുന്നുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ട വീഡിയോസിലെ വോയിസ് ഓവറൊക്കെ ഞാൻ ഈ പനിയുടെ ഇടയിൽ ഇവിടെ നിന്നിട്ടാണ് വോയിസ് ഓവറൊക്കെ എടുത്തിട്ട് അയച്ചു കൊടുത്തത്. അതാണ് നമ്മൾ ആ കുക്കിംഗ് വീഡിയോസിൽ കണ്ട വോയിസ് ഓവർ. അതാണ് എൻ്റെ സൗണ്ട് ഡിഫറൻസ്. നിങ്ങൾ കുറേ പേര് ചോദിച്ചു ഈ പനിയാണോ ജലദോഷമാണോ. ഭയങ്കര വയ്യായികയായിരുന്നു. സത്യം പറഞ്ഞാൽ 4 ദിവസം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ഇന്നിപ്പോൾ ഇത് 7ാമത്തെ ദിവസമാണെന്ന് പറയാം. ഇന്നിപ്പോൾ ശരിക്കും തല പൊക്കിയൊക്കെ വരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് പതുക്കെ വെളിയിൽ ഇറങ്ങി തുടങ്ങുന്നു. പിന്നൊരു എന്താ പറയുക ക്രിസ്മസിൻ്റെ കുറച്ച് ലൈറ്റ്സൊക്കെ ഉള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകണമെന്നുണ്ട്. പുറത്തിറങ്ങിയതേ ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് പറഞ്ഞാൽ 7 ഡിഗ്രി, രാത്രിയാകുമ്പോൾ ഒരു 4, അങ്ങനെയൊക്കെ ആ ഒരു ഫീലിംഗ് തന്നെയാണ്. 4 ആകുന്ന ദിവസമുണ്ട്, 5 ഉണ്ട്, അങ്ങനെ. ഇവിടുത്തെ കാഴ്ച നല്ല രസമാണ്. പുറത്ത് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കാൻ പോകുന്നുണ്ടാകും. പിന്നെ എന്താ ഇതൊക്കെ തന്നെയാണ് കാഴ്ച എന്ന് പറയുമ്പോൾ. ഭയങ്കര രസമാണോ എന്ന് ചോദിച്ചാൽ ഇത് വേറൊരു ആംബിയൻസ് ആണ്. അപ്പോൾ ഇവിടെ എപ്പോഴും ഈ വിൻ്ററൊക്കെ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ക്ലൈമറ്റ്. ഭയങ്കര ഒരു മൂടിക്കെട്ടിയ പോലെയൊക്കെ ആയിരിക്കും കൂടുതലും. സ്നോ വരുമ്പോൾ ഭയങ്കര രസമാണ്. എനിക്ക് സ്നോയാണ് ഇഷ്ടം. എനിക്കിതിങ്ങനെ മൂടിക്കെട്ടി കിടക്കുമ്പോൾ എനിക്കൊരു വിഷമം തോന്നും. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്ക് ക്രിസ്മസ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമം, ഡിപ്രഷനാണെന്ന് പറയും നാട്ടുകാർക്ക്. കാരണം ഈ ഒരു ക്ലൈമറ്റ് ആർക്കും ഇഷ്ടമല്ല. ഈ ഒരു ക്ലൈമറ്റ് ഇവിടുത്തുകാർക്കൊന്നും ഇഷ്ടമേ അല്ല എന്നാണ് പറയുന്നത്. കാരണം ഭയങ്കര ഡിപ്രസിങ് ആണ് സത്യം പറഞ്ഞാൽ. വേറൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഡേ ടൈം വളരെ കുറവാണ്. 4-4:30 ആകുമ്പോൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചൊരു 4 മണി കഴിയുമ്പോൾ 4:30 ആകുമ്പോൾ ഇരുട്ടാകും, ഭയങ്കരമായിട്ട് രാത്രിയാകും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇഫക്റ്റീവായിട്ടുള്ള ഡേ ടൈം കുറവാണ്. സൂര്യനെ കാണുന്നത് കുറവാണ്. സൂര്യൻ കുറഞ്ഞു വരുന്ന ദിവസങ്ങൾ നൈറ്റാണ് കൂടുതൽ. രാവിലെ 8-8:30 ആകും നേരെ ഒന്ന് വെളുത്ത് വരാൻ. അങ്ങനത്തെ മാറ്റങ്ങൾ. എന്തായാലും ഇപ്പോൾ ഈ വൈറൽ ഫീവർ എല്ലാം കഴിഞ്ഞ് ഒന്ന് പച്ച പിടിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങി. അങ്ങനെ ഗാർഡൻ ഏരിയയിലൊക്കെ കിടന്ന് കറങ്ങുന്നു. വീട്ടിൻ്റെ തന്നെ ബാക്കിൽ ഗാർഡൻ ഉണ്ടല്ലോ, ഒരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പം പൊടുമോളും അനുകുട്ടി ഞാനൊക്കെ ബാക്ക് യാർഡിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് സന്തോഷം, നമ്മൾ ഇവിടെ വന്നിട്ടുള്ളൊരു സന്തോഷം. കുട്ടികൾക്കെല്ലാം സ്കൂൾ ഇപ്പോൾ അടച്ചു കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികളെല്ലാം വീട്ടിലുണ്ട്. എല്ലാവരും ഹോളിഡേ മൂഡിലേക്ക് കയറി കഴിഞ്ഞു. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു നാടൻ ദോശയുടെ മാവൊക്കെ ഉണ്ട്. മസാല ദോശയും ഗീ റോസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനാണ്. അതെല്ലാം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. നാടൻ ഭക്ഷണം. അത് വൈകുന്നേരം ഞങ്ങളെല്ലാം പുറത്തു പോകും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കുറച്ചൊക്കെ ഷെയർ ചെയ്യാം. ഇനിയിപ്പോൾ ക്രിസ്മസ് ആയല്ലോ, അത് കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, പറ്റുന്ന പോലെയൊക്കെ ആരോഗ്യവും ഒക്കെ നമ്മളെ സമ്മതിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് കുറച്ച് നമ്പർ ഓഫ് വീഡിയോസിൻ്റെ എണ്ണം ഒരു പക്ഷേ കുറയും, അത് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. പാർവതി, അശ്വിൻ, മക്കളെല്ലാവരും, കുട്ടികളെല്ലാവരും പ്ലസ് ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് സീരീസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞാലും വളരെ സന്തോഷം. അപ്പോൾ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി നാട്ടിൽ ജനുവരിയിലാണ് പോണത്. ജനുവരി ഫസ്റ്റ് വീക്കോടുകൂടി നാടെത്തും.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലേഡീസ് ഒള്ളി ട്രിപ്പ്, അത് മറക്കണ്ട കേട്ടോ. പിന്നെ ലേഡീസ് ഒള്ളി ട്രിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ 1-2 കാര്യങ്ങളും കൂടി പറഞ്ഞോട്ടെ. അതായത് കുറേ എൻക്വയറീസ്, അതായത് ലേഡീസ് ഒള്ളി അല്ലാതെ കുറച്ച് പേർക്ക് ഫാമിലി ആയിട്ട് വരണം എന്നുണ്ട്, കുട്ടികളും ഭാര്യ ഭർത്താവ് അങ്ങനെ ഒരു ഇതായിട്ട് വരുന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഓക്കെ, ഇപ്രാവശ്യത്തെ ഡെസ്റ്റിനേഷനും അങ്ങനെയാണല്ലോ, ഭയങ്കര രസമുള്ള ബീച്ച് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ അങ്ങനെ വരണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഓക്കെ വേണമെന്നുള്ളവരെ കുറച്ച് അത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുട്ടികളുമായിട്ട് മാത്രം വരുന്നവരുണ്ട്, കുറച്ച് പേര് ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട്, അച്ഛനമ്മമാരോടൊപ്പം വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ട്രിപ്പിൽ. ലേഡീസ് മാത്രമായിട്ട് വന്നാൽ ലേഡീസ് ഉള്ളി ട്രിപ്പാണല്ലോ ബേസിക്കലി. അപ്പോൾ അതിനകത്താണ് അല്ലാതെ ഫാമിലി പാരൻസ് ആയിട്ട് വരുന്നവർ, കുട്ടികളായിട്ട് വരുന്നവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ താല്പര്യമുള്ളവർക്കും വേണമെങ്കിൽ വിളിച്ച് ചോദിച്ച ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം, ബുക്ക് ചെയ്യാം കേട്ടോ. അതുകൂടി പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അയ്യോ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ താഴോട്ട് പോകണു, എന്നിട്ട് കുറച്ച് വിശേഷങ്ങൾ. അങ്ങനെ കിച്ചണിലെത്തി. കിച്ചണിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പിറകുവശത്തെ നമ്മുടെ ബാക്ക് യാർഡിലെ പ്ലേ ഏരിയ കാണാം. ഇതാണ് ക്ലൈമറ്റ്, കുഴപ്പമില്ല. ഇത് രാവിലെ സമയമാണ്, ഒരു 10-10:15 ഒരു ടൈമാണ്. ഇവിടെ കിച്ചണിൽ ഞാൻ പൊട്ടറ്റോ ഒക്കെ വേവിച്ച് ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊടിമാസ് ഉണ്ടാക്കാനായിട്ട്. പിന്നെന്താ പറയുക, ദോശയുടെ മാവൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ ചട്നിക്ക് വേണ്ട കൂട്ടൊക്കെ വഴറ്റി വെച്ചിരിക്കുന്നു. അടുപ്പിൽ പൊടിമാസിന്റെ സവാളയൊക്കെ ചേർന്ന് മസാല റെഡിയായിക്കൊണ്ടിരിക്കുന്നു. സവാളയുടെ കൂട്ട് റെഡിയായി. ഇനി ആ വേവിച്ച പൊട്ടറ്റോയും കൂടെ അതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ഫ്രഷ് മല്ലിയില അത് ധാരാളമായിട്ടുണ്ട് കേട്ടോ, അത് കരിഞ്ഞു വെച്ചു. പനീർ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു പനീർ ബുർജിയും കൂടി ഉണ്ടാക്കാൻ പ്ലാനുണ്ട്. പാർവതിക്ക് ഇഷ്ടമാണ് ദോശയുടെ കൂടെ ബുർജിയും കൂടെ കഴിക്കാനായിട്ട്. സ്റ്റഫിംഗ് ആയിട്ട് പനീർ ബുർജി വെച്ചും സ്റ്റഫ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ സൈഡിൽ വെച്ച് കഴിക്കും ഗീ റോസ്റ്റിൻ്റെ കൂടെ. ഇപ്പോൾ ഇത് പൊടിമാസ് റെഡി ആയി കഴിഞ്ഞു, സെറ്റാണ്. പിന്നെ അതുപോലെ ധാരാളം കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല സ്റ്റോക്ക് ഉണ്ട് ഇവിടെ, നല്ല ഫ്രഷ് കറിവേപ്പില തൽക്കാലം നിറയെ ഉണ്ട്. പനീർ ബുർജിയും റെഡി ആയി കഴിഞ്ഞു. പിന്നെന്താ, ടൊമാറ്റോ ചട്നിയുടെ ഫൈനൽ ഫോം ആയി കഴിഞ്ഞു. ഗീ റോസ്റ്റ് എല്ലാം ചുട്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് മസാല ദോശയും റെഡിയാണ്, കുറച്ച് ഗീ റോസ്റ്റും പനീർ ബുർജിയും എല്ലാം ഓക്കെയാണ് കേട്ടോ. പുടുമോൾ ഈസ് എൻജോയിങ്. അയ്യോ എനിക്ക് വയ്യ, തണുത്തിട്ട് വയ്യ. 6 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ പൊന്നോ, എനിക്ക് വയ്യ തണുത്തിട്ട്. മോളെ ഇഷ്ടായോ? ഇഷ്ടായി. ആകാശത്തൊന്നും ഒരു കളർഫുൾ അല്ല അല്ലേ, എല്ലാം ഒരു ഗ്രേഷ്. ഇപ്പോൾ സമയം രാവിലെ 11:30. സന്തോഷമാണോ പുടോ? കള്ളച്ചിരി. അതിനിപ്പോൾ ടൈം എന്തായി? ഇപ്പോൾ 3:30. 3:30. പുറത്തെ കാഴ്ച എങ്ങനെയുണ്ട്? സൺസെറ്റ് ആകാറായി. 1 മണിക്കൂറിൽ സൺസെറ്റ് ആവും. 4:30 ഇവിടെ സൺസെറ്റ്. സാധാരണ ഭയങ്കര ഡാർക്കായി തുടങ്ങുന്നല്ലേ. ഭയങ്കരല്ലേ ലൈറ്റിന്റെ ആ ഒരു ടൈം ഡിഫറൻസ് ഭയങ്കര. ഹായ് ബേബി. ഓഹോ, ഇപ്പൊ സന്തോഷമായ മോളെ. അയ്യോ നല്ല കാറ്റ്, എൻ്റെ അമ്മയെ തണുത്ത്. നൈസ് വിൻറ്റി. ഇപ്പൊ സമയം ഒന്നും ആയിട്ടില്ല. അനു ഇപ്പൊ സമയം എത്രയായി? 4:30 ആയാ പറഞ്ഞത്? 4:30. 4:30യുടെ വെളിച്ചാണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു, ഫുൾ ഫാമിലി ആയിട്ട്. കുറച്ച് ക്രിസ്മസ് ലൈറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഒരു പാർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത്. ഡണ്ണം മാസി എന്നാണ് ആ ഒരു ഏരിയയിൽ അത് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞ ഒരു കാസിൽ എന്ന് പറഞ്ഞ ഒരു പഴയ ഒരു മാൻഷനാണ്. അതും അതിൻ്റെ ഒരു വലിയൊരു എസ്റ്റേറ്റാണ്. അതിപ്പോൾ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഗാർഡൻ ഏരിയ പോലെയാണ്. അവിടെയാണ് ഈ ഒരു ക്രിസ്മസ് ലൈറ്റിംഗ് ഒക്കെ ആയിട്ടൊരു വലിയൊരു ഇവൻറ്റ് പോലെയാണ് നടക്കുന്നത്. അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. കുട്ടികളെല്ലാം നല്ല എൻജോയ് ചെയ്യുന്നൊരു ഏരിയ ആണത്. എല്ലാവരും ഫ്രണ്ടിൽ നടക്കാണ്. കുടുംബമുള്ള പ്രാമിലുണ്ട്. പാർവതി, നമ്മുടെ ട്രിപ്ലറ്റ്സ് എല്ലാവരും ഉണ്ട്. അനുക്കുട്ടി, ഞാൻ ഏറ്റവും ബാക്കിലായിട്ട്. ഓ സോ നൈസ്.
ട്രഡീഷണൽ ആയിട്ടുള്ള പലതരം ഭക്ഷണം ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന എല്ലാ ഭക്ഷണവും അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വളരെ തിരക്കാണ്. ഇത് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ഏരിയയാണ് കേട്ടോ. എല്ലാവരും ഭക്ഷണം വാങ്ങണു. അവിടെ പല പല സ്റ്റോൾസിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് ടെൻറ്റ് പോലെയൊക്കെ ഉണ്ട്. അവിടെ എല്ലാം ഇരുന്നൊരു കോമൺ ഏരിയ ഉണ്ട് ഇരുന്ന് കഴിക്കാനായിട്ട്. കുറേ പേരൊക്കെ നിന്ന് കഴിക്കണു. അങ്ങനെയെല്ലാം നല്ല തിരക്ക്. അതേ കാണുന്നുണ്ടല്ലോ, ഇത് ഇവിടുത്തെ ഫുഡ് കോർട്ട് പോലെയാണ് ഇത്. ഓക്കെ, മുടുമോളി മുടുമോളുടെ അവസ്ഥ ഫുൾ പാക്ട്. പൂടക്കുട്ടി പൂടക്കുട്ടി. Crepes, banana and Nutella crepes. Yes. അതായത് ചുറോസ് വാങ്ങാൻ പോകണം. അങ്ങോട്ട് ഒരു മൾഡ് വൈനും കൂടി വാങ്ങിയാൽ ഒരു വാമാകും. ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഏരിയയിൽ നിന്നും മുന്നോട്ട് പോകുമ്പോൾ, അതായത് ഈ ഫുഡ് കോർട്ട് ഏരിയയിൽ നിന്നും മുന്നോട്ട് പോകുമ്പോഴാണ് ലൈറ്റ്സിൻ്റെ ഒരു ഡിസ്പ്ലേ ഏരിയയിലേക്ക് നമ്മൾ കിടക്കുന്നത്. ലൈറ്റ്സിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. വ്യത്യസ്തമായ ലൈറ്റിംഗ് കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. അതിമനോഹരമായ ബ്യൂട്ടിഫുൾ അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഒരു എന്താ പറയുക, ലൈറ്റിങ്ങിൻ്റെ അനന്ത സാധ്യതകൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. മരങ്ങളിലും ചെടികളിലും ഈവൻ നമ്മൾ നടന്നു പോകുന്ന പാത്വേയിലും തറയിലും മണ്ണിലും ഒക്കെ ചുറ്റോട് ചുറ്റും പലതരം ലൈറ്റിംഗ് പാറ്റേൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. കളേഴ്സ് മാറി മാറി ഇങ്ങനെ വരും കേട്ടോ. പല പല കളേഴ്സ് വേറൊരു ഫീലാണ് കൊടുക്കുന്നത് ടോട്ടലായിട്ട്. ഈ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പക്ഷെ പകൽ വന്നാൽ വേറൊരു ആംബിയൻസ് ആയിരിക്കും. ഈ രാത്രി കാഴ്ചകൾ പോലെ ഈ നൈറ്റാണ് ലൈറ്റ്സ് ഒക്കെ വരുന്നത്. ആ സമയത്താണ് ഇവിടെ വരേണ്ടത്. ആൾക്കാർ ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടാണ് അകത്തേക്ക് കയറുന്നത്. എൻട്രി ഫീ ഒക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാരിങ്ങനെ ഓടി നടന്ന് കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഫാമിലി ആയിട്ട്. എസ്പെഷ്യലി കിഡ്സുമായിട്ട് വരുന്നവർ, കുട്ടികളാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത്. പക്ഷെ കുട്ടികൾ മാത്രമല്ല കേട്ടോ, എന്നെപ്പോലെ മനസ്സുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും തന്നെ തോന്നുന്നു. അതായത് അഡൽസിനും പറ്റും. കാരണം ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. ഇങ്ങനെ ലൈറ്റ്സ് കാണുന്നത് തന്നെ ഒരു ഏറ്റവും വലിയ മനോഹരമായ കാഴ്ചയാണ്. അതും കളർഫുൾ ലൈറ്റ്സ് ആകുമ്പോഴോ പിന്നെ ഒരു ക്രിസ്മസ് ഫീലാണ്. നടന്നു പോകുമ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷവും ക്ലൈമറ്റും തണുപ്പും എല്ലാം കൂടി വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഏതാണ്ട് ഒരു മാജിക്കൽ വേൾഡിലൂടെ സഞ്ചരിക്കുന്ന പോലെയാണ്. എന്താ പറയുക, വിന്റർ വണ്ടർലാൻഡ് എന്നൊക്കെ പറയില്ലേ, ഒരു വണ്ടർലാൻഡിലേക്ക് നടന്നു പോകുന്ന ഒരു ഫീലാണ് അതിനകത്ത് കൂടി. അങ്ങനെ നമ്മളിങ്ങനെ കുറേ ലൈറ്റ്സ് ഒക്കെ കണ്ട് 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 പല 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 ലൈറ്റ്സിലൂടെയൊക്കെ സഞ്ചരിച്ച് ഇങ്ങനെ നടന്ന് അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പോവാട്ടോ. കൂടുതലും ഫാമിലിയാണ്, കുട്ടികളുമായിട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ്. അങ്ങനെ കയറി ഇങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല ഈ നടത്തം. എൻജോയ് ചെയ്തിങ്ങനെ പോവാണ്.
ആൻഡ് ഫൈനലി നമ്മൾ ആ മാൻഷൻ്റെ ഫ്രണ്ടിലെത്തും. ഡണം മാസി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വലിയൊരു ഓൾഡ് ഇംഗ്ലീഷ് മാൻഷനാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ അതിന് ചുറ്റുമുള്ള എസ്റ്റേറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ മാൻഷൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അതേ നോക്കിക്കോളൂ, ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പോലെയാണ്. സ്നോ ഫ്ലേക്സ് ഒക്കെ ഇങ്ങനെ വീഴുന്നു, ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തത്ര മനോഹരമാണ് ഇതിനകത്തെ കാഴ്ചകളെല്ലാം തന്നെ. ഒരു ഫെയറി ടെയിൽ നമുക്ക് ചുറ്റും ഉള്ളതുപോലെ ഒരു ഫെയറി ടെയിൽ ലോകമാണ് നമുക്ക് ചുറ്റും. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. എനിക്കിത്ര ഇഷ്ടപ്പെടണമെങ്കിൽ കുട്ടികളുടെ ഒരു സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവില്ലേ ഇതൊക്കെ. റെയിൻഡിയർ പോണു അവിടെ. ക്രിസ്മസ് പാപ്പ is going. ഓ അതേ പോണു. That's nice. അങ്ങനെ ആ ബ്യൂട്ടിഫുൾ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ആ ഒരു ഫൈനൽ ക്ലൈമാക്സിൻ്റെ ആ ഭാഗത്ത് ആ മാൻഷൻ ഭാഗവും എല്ലാം കിടന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ക്രിസ്മസ് ഫാദറും ഉണ്ടാകും കേട്ടോ, ക്രിസ്മസ് പാപ്പ. അതും കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ പേരൊക്കെ പുള്ളിക്കാരൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതലും കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതൊരു മസ്റ്റ് വിസിറ്റ് അല്ലെങ്കിൽ ഒരു വർത്ത് വിസിറ്റിംഗ് പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. കാരണം നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു എല്ലാവർക്കും തന്നെ, എല്ലാവരും എൻജോയ് ചെയ്തു. അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി ഭക്ഷണവും കഴിച്ചു, കുറേ കാഴ്ചകൾ കണ്ടു, ലൈറ്റ്സ് ഒക്കെ കണ്ടു. മനസ്സൊക്കെ വളരെ ലൈറ്റായി. ഈ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ തിരിച്ച് കാറിൻ്റെ വാംത്തിലേക്ക് കയറുന്നു, തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നാളെ ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ നിങ്ങളും എല്ലാം ക്രിസ്മസിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ സന്തോഷമായിട്ട് ക്രിസ്മസ് എൻജോയ് ചെയ്യുക. എല്ലാവർക്കും മെറി ക്രിസ്മസ്. സന്തോഷത്തോടു കൂടി അടിച്ചു പൊളിക്കുക. ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്. ലവ് യു ഓൾ.